ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ലിറ്റ് വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ 1 ഇഞ്ചാണല്ലോ നമ്മൾ ഇവിടെ മടക്കിയടിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ആദ്യം ഒരു മടക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് അല്ലേ, അങ്ങനെയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അപ്പം അതിന് വേണ്ടി 1 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു. വേണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അടിഭാഗത്തു നിന്നാണ് മടക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടത് കാട്ടിത്തരാം. കണ്ട 1 ഇഞ്ച്. അപ്പം ആദ്യം നമ്മൾ ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് മടക്കി. കണ്ടി താഴേന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഇവിടെയാണ് നമ്മളുടെ സ്റ്റിച്ച് വന്ന് അവസാനിക്കുന്നത്. നമ്മൾ എവിടത്തോളം വരെയാണോ നമ്മൾ സ്റ്റിച്ച് മേലേന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അവിടത്തോളം വരെ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടുന്ന് ഇങ്ങനെ വെക്കുക. കാണിക്കട്ടെ, ഇവിടെയാണല്ലോ സ്റ്റിച്ച് അവസാനിക്കുന്നത്. അവിടുന്ന് 2 പോയിന്റ് മേലേക്ക് സ്റ്റിച്ച് കുത്തി നിർത്താം. മേലേക്ക് കുത്തി നിർത്തി പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്ക. കണ്ടില്ലേ, മടക്കിയിട്ട് ഇനി നേരെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കുത്തി നിർത്താം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ടില്ലേ, അതുപോലെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ താഴേന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാണ്. ആദ്യം ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞ് രണ്ടാമതൊരു മടക്ക് മടക്കി. അങ്ങനെ നമ്മള് 2 സൈഡും നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടിവശം സ്റ്റിച്ച് ചെയ്യണം. അടിവശം നമ്മൾ ടേബിളിൽ നിവർത്തി ഇട്ടിട്ട് അടിവശം കറക്റ്റ് ആണോ, ഒപ്പത്തിനൊപ്പാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടേബിളിൽ നിവർത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യാം. അടിവശം നമ്മൾ 1 ഇഞ്ച് തന്നെയാണ് മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കാം. അവിടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഹെമ്മിങ് ചെയ്യാൻ ഇപ്പം ഇതിൽ നേരില്ലാത്തത് കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. നമുക്ക് ഇതിന്റെ അടിവശം കൂടിയും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അടിയിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോ വല്ല ചുളിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കുക.